ഗർഭിണിയായ യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണാർക്കാട് കരിമ്പ വെട്ടം പടിഞ്ഞാക്കരയിൽ സജിതയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 26 വയസ്സായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് 2 കുട്ടികളുമായി ഒളിവിൽ. അവനക്ക് സംശയമാണ്. അവന് എന്തായാലും ഞാൻ ഈ നാട്ടിൽ കാണരുത്. അവൻ തൂക്കി കൊല്ലുന്ന വേണം. കുട്ടികളും സൗകര്യം കൊടുക്കില്ല. അങ്ങനെയൊക്കെയാണ് അവൻ ചെയ്യുന്നത്. ഞായറാഴ്ച പുലർച്ചെയാണ് സജിതയുടെ മരണവിവരം പുറത്തറിഞ്ഞത്. വീടടഞ്ഞുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികൾ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ സജിതയെ കണ്ടെത്തുകയായിരുന്നു. 6 മാസം ഗർഭിണിയായിരുന്നു സജിത. ഭർത്താവ് മദ്യപിച്ചുവന്ന് നിരന്തരം കലഹമുണ്ടാക്കിയിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ 7 മാസം മുമ്പ് വരെ സജിത ജോലി ചെയ്തിരുന്നെങ്കിലും ഭർത്താവിന്റെ കലഹത്തെ തുടർന്ന് ജോലി അവസാനിപ്പിക്കുകയായിരുന്നു. 9ഉം 5ഉം വയസ്സുള്ള ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഇവർക്കുണ്ട്. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നെങ്കിലും ഭാര്യയെ സംശയിച്ച് നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്ന് സജിതയുടെ മാതാവ് ലക്ഷ്മി പറഞ്ഞു. ഇപ്പൊ പറയണ അവന്റെ കുട്ടിയല്ല. അവൻ വീട്ടിൽ നിന്ന് വരുമ്പോ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടാണ് അടിയും ചവിട്ടും. അപ്പൊ കുറെ ഫോട്ടോകളൊക്കെ ഉണ്ടായിരുന്നു. ആ വീട്ടിൽ കൂടെ തന്നിട്ട് പറഞ്ഞ അമ്മ പറഞ്ഞ പോലെ തന്നെ ആയി അമ്മ, ഞാൻ എന്തെങ്കിലും മരുന്ന് കുടിച്ച് മരിക്കും, ഞാൻ ജീവിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അവൻ അപ്പൊ പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അവനക്ക് സംശയമാണ്. അവന് എന്തായാലും ഞാൻ ഈ നാട്ടിൽ കാണരുത്. അവൻ തൂക്കി കൊല്ലുന്ന വേണം. കുട്ടികളും സൗകര്യം കൊടുക്കില്ല. അങ്ങനെയൊക്കെയാണ് അവൻ ചെയ്യുന്നത്. ചെക്കൻകുട്ടിയാണ്, 9 വയസ്സായി. പെൺകുട്ടി 7 വയസ്സായി. കുട്ടികളെ കൊണ്ട് പോയി അവനെന്തായാലും കൊറേ കാലമായി അവിടെ വന്നിരിക്കണം. ഇതപ്പോ 1 ആഴ്ച മുന്നാണ് വീട്ടിൽ വന്നിരുന്നു. സിം എടുക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞപ്പോ അവള് 7 മാസം അവിടെ വീട്ടിൽ നിന്ന് വന്നിട്ട് പീക്കദാസിലാണ് പണിക്ക് വീണ്ടുണ്ടപ്പോ പീക്കദാസിന് പോയി ശല്യം ചെയ്ത് എന്നിട്ട് വീട്ടിൽ വന്നു. എന്നിട്ട് 6 മണിയാകുമ്പോ ആൾക്കാർ കാണണേലും മുമ്പ് കൂട്ടിയിട്ട് ഒന്നും ചെയ്യില്ലാന്ന് പറഞ്ഞിട്ട്. ഇരുവരും ഇന്നലെ രാത്രി വഴക്കുകൂടിയതായും ഭർത്താവ് മദ്യപിച്ചെത്തി പ്രശ്നം ഉണ്ടാക്കാറുണ്ടെന്നും അയൽവാസി പറഞ്ഞു. ഇവൻ ഒരു നമ്പർ 1 ഫ്രോഡാണ്. അതായത് ഈ പെൺകുട്ടി ഇവിടെ അതിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പോലും സ്വസ്ഥായിട്ടായി ജീവിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് നാട്ടിലെ ഇത് പറഞ്ഞു തീർക്കലാണ് പണി. ഇവിടെ വരും, പിന്നെ വല്ല മദ്യം എന്തെങ്കിലും വാങ്ങി കുടിക്കും, പിന്നെ ലഹള ഉണ്ടാക്കും, പിന്നെ അവിടെ കച്ചറ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നാട്ടുകാർ കൂടി നമ്മളെ വിളിച്ചാൽ പിന്നെ നമ്മൾ വരിക മധ്യസ്ഥം പറയുക അന്യായിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു പണി. ഇവൻ ആള് പിന്നെ വളരെ ഫ്രോഡാണ്. ഇതിൽ അതിന്റെ പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി പോലീസ് വന്നു, പിന്നെ അവരതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടുകാരനല്ല, കരിങ്കല്ലത്താണി ചെത്തല്ലൂരാണ് ഇവന്റെ അച്ഛന്റെ വീട്. ഈ അമ്മന്റെ വീടാണ്. ഇവിടെ വന്ന് ഒരു 10-12 വർഷമായിട്ടുണ്ടാവും താമസം. പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി വിദഗ്ധ പരിശോധന നടത്തി. സജിതയുടെ ഭർത്താവിന്റെ മാതാവും സഹോദരിയും പോണ്ടിച്ചേരിയിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടേക്ക് കുട്ടികളുമായി കടന്നിരിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂരിലേക്ക് കൊണ്ടുപോയി. സജിതയുടെയും ഭർത്താവിന്റെയും ബന്ധുക്കൾ സമീപ പ്രദേശങ്ങളിലാണ് താമസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.